ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മനസ്സിന് പറയുന്നുണ്ട്, എല്ലാം അറിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ലയെ നോക്ക്, സ്വന്തമായിട്ടൊരു അഭിപ്രായം വേണം ഈ കാര്യത്തിൽ, അതാണ് ആദ്യം വേണ്ടത്. നോക്ക്, നീ അമ്മയുടെ വാക്ക് കേൾക്കാനാണ് നിനക്ക് താല്പര്യമെങ്കിൽ എന്നെ ഈ പരിപാടിക്ക് കൂട്ടണ്ട എന്ന് മാധവ് പറയാണ്. മാധവ് പറയുന്നുണ്ട്, പിന്നെ നിനക്ക് പല മന്ത്രവാദികളുടെ സിദ്ധന്മാരുടെ അടുത്ത് പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ മനസ്സിന് പറയുന്നുണ്ട്, അതേടാ അവിടെ പോയെങ്കിലേ ആ മരുന്ന് കഴിച്ചെങ്കിലേ നിങ്ങൾ ഇവൾ പ്രഗ്നൻ്റ് ആയാൽ ഈ മാസം തന്നെ എന്ന് പറയാണ്. ആ സമയത്ത് ലയെ പറയും, എന്തൊക്കെ വന്നാലും ആ ഡോക്ടറെ കാണാൻ ഞാൻ തീരുമാനിച്ചു അമ്മേ എന്ന് പറയുമ്പോൾ മാധവിന് സന്തോഷമാണ്. അങ്ങനെ ലയ അകത്ത് കയറി പോകുമ്പോഴേക്കും നമ്മുടെ സൂരജ് അങ്ങോട്ടേക്ക് വരുവാണ്. ഇളയച്ച, എന്നൊരു സംഭവം ഉണ്ടായി. എന്താടാ? അതെ, സ്കൂളിൽ ആദ്യേട്ടനെ കാണാൻ വേണ്ടി മഹേഷ് അങ്കിൾ വന്നായിരുന്നു എന്ന് പറയുമ്പോൾ മനസ്സിന് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അവനെ തള്ളിവിട്ടോ എന്ന് പറയാണ്. ആ മുത്തശ്ശി എന്താണിട്ടാണ് ഈ പറയണത്? ആദ്യേട്ടനെ ഇപ്പം മഹേഷങ്ങളെന്ന് വെച്ചാൽ ജീവനാണ്. അവനെ ഓടിച്ചെന്ന് ഡാഡിന്ന് വിളിച്ചു. അവന് അഭിമാനമുള്ള പയ്യനാ, അവനൊരിക്കലും ഡാഡിന്നൊന്നും വിളിക്കില്ല എന്ന് മനസ്സിന് പറയുമ്പോഴേക്കും, ഇല്ല ഡാഡിന്ന് വിളിച്ചു എന്ന് പറയാണ് നമ്മുടെ അഷിത. മാത്രമല്ല മഹേഷിനെ അംഗീകരിച്ചും ചെയ്തു ആദ്യം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവനെ നാണമില്ലേ ഇത്ര നാൾ വളർത്തി വലുതാക്കിയ അമ്മേനെ ഉപേക്ഷിച്ച് ഡാഡിയുടെ കൂടെ പോകാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും, അത് എന്ത് തെറ്റാമേ ഉള്ളത്? അവൻ്റെ മമ്മിയാണെങ്കിൽ വേറൊരുത്തരുടെ കല്യാണം കഴിയാതെ നിൽക്കല്ലേ, പിള്ളേർ വളർന്ന് വലുതാവാണ്, ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും, അവരും അതൊക്കെ മനസ്സിലാക്കും. ആ ഒരു പ്രായപ്പം ആദ്യം മാറി തുടങ്ങി എന്ന് പറയാണ്. എന്നാലും ആ പയ്യനിങ്ങനെ മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് മനസ്സിന് പറയാണ്. ശേഷം സൂരജ് പറയുന്നുണ്ട്, അത് മാത്രമല്ല ഇപ്പോൾ ഇഷിതാമ്മ എന്ന് ആദ്യേട്ടൻ വിളിക്കണത്, ഇഷിതാമ്മനെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യേട്ടൻ എന്ന് പറയാണ്. അത് കേൾക്കുന്നത് മനസ്സിന് ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് പോകുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മാധവ് പറയുന്നുണ്ട്, ഇഷിതനെ എല്ലാവർക്കും സ്നേഹിക്കാനല്ലേ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ അഷിത പറയുന്നുണ്ട്, അതെ, എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അവൾക്ക് അറിയുള്ളൂ. ഇവിടെയുള്ള ലയക്ക് പോലും കുട്ടികളുണ്ടാവണം, അവളെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം അവളാണ്. മാധവും അമ്മ പ്രാർത്ഥിക്കണേക്കാളും 100 മടങ്ങ് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട് ലയക്കൊരു കുഞ്ഞിനെ ഉണ്ടാവാനായിട്ട് എന്ന് പറയുമ്പോൾ മാധവ് പറയേണ്ടത്, എനിക്കറിയാം ഇടത്തി, അവളുടെ നല്ല മനസ്സ് ലയ മനസ്സിലാക്കും. അവളുടെ മാത്രമല്ല ഇടത്തിയുടെ നല്ല മനസ്സും ലയ മനസ്സിലാക്കി നിങ്ങൾക്കൊക്കെ മാപ്പ് പറയുന്ന ഒരു സമയം വരും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് മാധവ് പറയാട്ടോ. കാണിക്കുന്ന പ്രിയാമണിനെയാണ് കേട്ടോ. പ്രിയാമണിയാണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സുചിത്ര വരുന്നുണ്ട്. എന്താ ഇളയമ്മ വിഷമിച്ചിരിക്കുന്നത്? ആ ഇഷിത 2 ദിവസം ഇങ്ങോട്ട് വന്നിട്ട്, അവൾക്കൊന്നും ഇങ്ങോട്ട് വന്നിട്ട് പോയാൽ എന്താ, ഇഷിതേച്ചി തിരക്കായത് കൊണ്ടിട്ടായിരിക്കും ഇളയമ്മേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേ വന്നല്ലോ ഇളയമ്മയുടെ മോള് എന്ന് പറയാണ്. അപ്പോഴേക്കും പ്രിയാമണി ആകെ ദേഷ്യപ്പെട്ടിരിക്കുക കേട്ടോ. തുടങ്ങിക്കോ, 2 പ്രാവശ്യം വിളിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. അതെ, ഞാൻ പറയാം എന്താ എൻ്റെ അമ്മ പറയാൻ പോണെന്ന്. എടി ഇഷ്യൂ 2 ദിവസമായിട്ട് ഞാൻ നിന്നെ ഫോൺ വിളിക്കണത്, നിനക്കൊന്ന് വന്നിട്ട് പോയാൽ എന്താ എന്നൊക്കെയല്ലേ അമ്മേ. അവിടെ ഭയങ്കര തിരക്കാമേ, ആദ്യയുടെ കാര്യമൊക്കെ വിചാരിച്ച പോലൊന്നും നടന്നില്ല അമ്മേ, എല്ലാം ഇതായിപ്പോയി എന്ന് പറയാണ്. ആദ്യം ഇങ്ങോട്ട് വരുമോ എന്നുള്ള പ്രതീക്ഷയൊന്നും ഇനി ഇല്ല എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി പറയുന്നുണ്ട്, അല്ല മോളെ, ചിപ്പിക്കിപ്പോൾ ആദ്യം ഒരു കൂട്ട് വേണമെന്നല്ലേ പറയണത്. ആദ്യം വരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിപ്പി പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു കുഞ്ഞിനെ നോക്കിക്കൂടെ? അല്ല, നിൻ്റെ പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഏറെക്കുറെയൊക്കെ സക്സസ് ആയതാണല്ലോ, പിന്നെന്താ ഒന്നും ആവാത്തത് എന്ന് ചോദിക്കുകയാണ്. അമ്മേ, അത് ട്രീറ്റ്മെൻറ്റ് സക്സസ് ആയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അതിന് ഇനിയും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. എങ്കിലും എനിക്കെന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നുക അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ, എല്ലാം ശരിയാകും എന്നൊക്കെ ഇഷിത പറയുന്നുണ്ട്. എന്നെ പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് മുങ്ങി പോകുക കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ സുചിത്ര പറയേണ്ട, ഇളയമ്മേ ഇങ്ങനെ വിഷമിക്കല്ലേ, ട്രീറ്റ്മെൻറ്റ് ഫലം കണ്ടതല്ലേടി, പിന്നെ എന്തിനാ അവരിങ്ങനെ കാത്തിരിക്കണത്? എൻ്റെ വിധി, എനിക്ക് മതിയായി എന്നൊക്കെ പ്രിയാമണി പറഞ്ഞ് ദേഷ്യപ്പെടോട്ടുകൂടി അകത്തേക്ക് പോകുവാണ്. കാണിക്കുന്ന രചനയാണെങ്കിൽ ആകാശം ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ ആകാശം ഫോൺ എടുക്കുന്നില്ല. അത് കണ്ടുകൊണ്ട് ആദ്യം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മമ്മി അയാളെ വിളിക്കുവാണല്ലേ, അയാൾ ഫോൺ എടുക്കുന്നില്ല അല്ലേ? എടാ ആകാശങ്ങൾ എപ്പോഴാണ് നിനക്ക് ഇയാളെന്നൊക്കെ ആയത്? നീ അങ്കിൾ എന്നല്ലടാ വിളിച്ചുകൊണ്ടിരുന്നത്. അതെ, അങ്കിൾ തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഇനി ഞാൻ അയാളെ അങ്ങനെ വിളിക്കില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരും ഇല്ലാത്തവരാ മമ്മി ഒന്ന് ആലോചിച്ചേക്കെ. അയാൾ മമ്മീനെ താലി കെട്ടാൻ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് ഇപ്പോൾ താലിയും കിട്ടുന്നില്ല, കല്യാണവും കഴിക്കുന്നില്ല. അയാൾ മമ്മീനെ കല്യാണം കഴിച്ചെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഡാഡിയുടെ പുറകെ പോവില്ലായിരുന്നു. പക്ഷേ എനിക്കിനി എൻ്റെ ഡാഡിനെ വേണം മമ്മി എന്ന് പറയാണ്. അപ്പോൾ നിനക്കിപ്പോൾ അവരെയൊക്കെ വേണമല്ലേ? ആ വീട്ടുകാർ എന്നോട് ചെയ്ത ദ്രോഹമൊക്കെ നീ മറന്നുവല്ലേ? മമ്മി, എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി. എല്ലാവരും ഡാഡിയുടെ അടുത്താണ് ദ്രോഹം ചെയ്തതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ മമ്മിയുടെ കൂടെ നിൽക്കണം എന്താണെന്നറിയാമോ? മമ്മി ഒറ്റക്കായതുകൊണ്ട് മാത്രമാണ്. എനിക്ക് ആഗ്രഹമുണ്ട് മറ്റു പിള്ളേരെ പോലെ എനിക്കും ചിപ്പിക്കും മമ്മി ഡാഡിയും കൂടെ ഒരുമിച്ച് നിൽക്കണമെന്ന്. എടാ, നീ അവിടെ പോകണമെങ്കിൽ പോയിക്കോ, ഞാൻ നിന്നെ എതിർക്കില്ല. ഞാൻ കോടതിയിലും പോകാൻ പോണില്ല. നിൻ്റെ ഇഷ്ടത്തിന് നീ എന്താ ചെയ്തോ, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കല്ലേ എന്ന് പറയുകയാണ് രചന.
അത് കേൾക്കുമ്പോൾ ആദി രചനയുടെ കൈകളിൽ പിടിക്കുന്നുണ്ട്. മമ്മി, ഞാൻ ഒരിക്കലും മമ്മീനെ വിട്ടു പോവില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് ചിപ്പിനെ വേണം എന്ന് പറയാണ്. ഡാഡീനെ വേണം. മമ്മി ഡാഡിയായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ എനിക്കും ചിപ്പിക്കും ഒന്നിച്ച് നിൽക്കായിരുന്നില്ലേ? മമ്മിയും ഡാഡിയും ഒന്നാവണം എന്ന് പറയുമ്പോഴേക്കും രചന പറയണ്ടേടാ, ഞാനും നിൻ്റെ ഡാഡിയും പിരിഞ്ഞതാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. നിൻ്റെ ഡാഡി വേറെ വിവാഹം കഴിച്ചു. ഞാൻ ആകാശിൻ്റെയും കൂടെ നിൽക്കുകയാണ്. പിന്നെ എങ്ങനെ ഞങ്ങൾ ഒന്നാവണത്? അതൊന്നും ഒരിക്കലും നടക്കില്ല ആദി എന്ന് പറയണം. നടക്കും അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി വിചാരിച്ചാൽ നിങ്ങൾക്കത് നടക്കാൻ സാധിക്കും. എനിക്ക് എൻ്റെ ഡാഡിനെ വേണം, മമ്മീനെ വേണം, ചിപ്പിനെ വേണം. നമ്മൾ 3-4 പേരും ഒരുമിച്ച് താമസിക്കണം. അതാ എൻ്റെ മമ്മി എൻ്റെ ആഗ്രഹം. പിന്നെ എനിക്കൊരു ആഗ്രഹം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞാൽ ഡാഡി അതനുസരിക്കും. മമ്മീനെ ഇനിയും ഡാഡിയുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കും. ഞാൻ ഡാഡിയുടെ അടുത്ത് അത് പറയാൻ പോകുക എന്ന് ആദ്യം പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാട്ടോ. രചനക്കാകെ വിഷമാവുന്നുണ്ട്. ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ആകാശിൻ്റെ കോള് തിരിച്ചു വരുന്നത്. രചന ആ ദേഷ്യത്തിൽ ആകാശിൻ്റെ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് കാണിക്കുന്ന ഇഷിതേനെയാണ്. ഓരോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുചിത്ര ഫോണിൽ വിളിക്കാം കേട്ടോ. ഹലോ സുജി, പറ. ചേച്ചി, ഇളയമ്മ ഭയങ്കര വിഷമത്തിലാണ്. എന്തിനാ ചേച്ചി ഇളയമ്മേനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അത് പിന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും ട്രീറ്റ്മെൻറ്റ് സക്സസ് ആയതല്ലേ, അതുകൊണ്ട് വിശേഷം എന്താ ഇല്ലാത്തതെന്നാണ് ഇളയമ്മ ചോദിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് സക്സസ് ആയെന്ന് അവരോട് ആരാ പറഞ്ഞത്? നീ പറഞ്ഞോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ട്രീറ്റ്മെൻറ്റ് സക്സസ് ആവണമെന്ന് അറിയണമെങ്കിൽ ഇഷിതേച്ചി പ്രഗ്നൻ്റ് ആവണ്ടേ? പക്ഷേ പ്രഗ്നൻ്റ് ആവുന്നില്ലല്ലോ. അവർക്കറിയില്ലല്ലോ ഇഷിതേച്ചി മഹേഷ് തമ്മിൽ ഒരു ബന്ധമില്ലെന്ന്. പാവം ഇളയമ്മ ഇളയച്ചനൊക്കെ കാത്തിരിക്കുക ഇഷിതേച്ചിയുടെ ഒരു കുയിനെ കാണാൻ വേണ്ടി. ഇന്നല്ലെങ്കിൽ നാളെ ഇഷിതേച്ചി ആ വിശേഷം പറയുന്നത് കാത്തിരിക്കുക. അവർ അമ്പലങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചിട്ട്. എനിക്കത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അവരെ ശരിക്കും ഇഷിതേച്ചി ഒരു വിഡ്ഢിവേഷം കെട്ടിക്കുക. സുജി, ഞാൻ നിന്നോട് സത്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടിട്ടല്ലേ നീ ഇപ്പം ഇങ്ങനെ കാട് കയറി ചിന്തിക്കണത്? ചേച്ചി, പിന്നെ ചേച്ചി എൻ്റെ അടുത്ത് സത്യങ്ങളൊക്കെ പറഞ്ഞത് ഇത് വല്ലാത്ത ക്രൂരതയാട്ടോ ചേച്ചി അവരോട് കാണിക്കണത്. ചിപ്പിക്കൊരു കൂട്ടും കൂടി വേണമെന്ന് അവളും ആഗ്രഹിക്കുന്നില്ലേ? ചിപ്പിക്കൊരു കൂട്ടല്ലേ, അത് ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തോളാം. അപ്പോൾ ഇവരുടെ വിഷമോ അത് ചേച്ചി എന്താ കാണാത്തത്? സുജി, നീ ഫോൺ വെക്ക്, ഞാൻ കുറച്ച് തിരക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇഷിത ഫോൺ വെക്കുവാണ്. ദേഷ്യം കൊണ്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ മഹേഷ് വരുന്നുണ്ട്. മഹേഷ് ചോദിക്കണ്ടേ, എന്താടോ, എന്ത് പറ്റി തനിക്ക് വല്ലാത്ത ദേഷ്യം പോലെ? അത് ചിപ്പിയുടെ പറഞ്ഞ പ്രശ്നം 100-ലും എത്തിയിട്ടുണ്ട് എന്ന് പറയാണ്. ഞാൻ അവിടത്തേക്ക് എന്ത് മറുപടിയാണ് പറയേണ്ടത്? എടോ, തനിക്ക് തോന്നുന്നുണ്ടോ ചിപ്പിയുടെ പ്രശ്നമായിട്ടാണ് അവരിതൊക്കെ ചോദിക്കണമെന്ന്? ഒരിക്കലുമല്ല. അവർക്ക് ആഗ്രഹമുണ്ടോ തൻ്റെ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടി? അതായത് അവരുടെ മകൾ ഇഷിതയുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി 100-ലുള്ളവർക്ക് ആഗ്രഹമുണ്ട്. അത് തനിക്കെന്താ മനസ്സിലാവാത്തത്? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ചിപ്പിയുടെ വിഷമം അതാണ് ആദ്യം തീർക്കേണ്ടത്. ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരണം. ആദ്യം അതിന് ഇങ്ങോട്ട് വരാൻ തയ്യാറാവണ്ടേ? അവൻ്റെ മനസ്സിലിരിപ്പ് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ, അവൻ്റെ മമ്മീനും ഡാഡിനെ ഒന്നാക്കാനാണ് അവൻ നോക്കണത്. അത് നടക്കില്ലെന്നും ആകാശിന് വിട്ട് രചനയ്ക്കൊരു ജീവിതമില്ലെന്നും എല്ലാം അവനെ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റൂ. അവൻ എന്നോടൊരു സ്നേഹമൊക്കെ ഉണ്ട്. അത് ഞാൻ എന്തായാലും അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. അവന് നല്ല മനസ്സുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അവൻ ഇങ്ങോട്ടേക്ക് വരും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് ഇഷിത അകത്തുനിന്നിങ്ങനെ പുറത്തേക്ക് പോവാട്ടോ. മഹേഷ് മനസ്സിൽ വിചാരിക്കണം, തൻ്റെ ആഗ്രഹമൊന്നും നടക്കണില്ലല്ലോ എന്ന രീതിയിൽ കാണാം. ഇഷിത ഒന്ന് എസ് മൂളിയെങ്കിൽ ഒരു കുഞ്ഞിനെ വേണ്ടിയിട്ട് ആഗ്രഹം നമ്മുടെ മഹേഷിനുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ചിപ്പിനെ ആട്ടോ. ചിപ്പി സ്കൂളിൽ പോകാൻ വേണ്ടി തയ്യാറായിട്ട് വരികയാണ്. ഹലോ അച്ഛമ്മേ, അച്ചാച്ച, ഞാൻ സ്കൂളിൽ പോവാണ്. ഇന്ന് അമ്മയാണ് വരുന്നത്. അതെന്താ ഇന്ന് അമ്മ വരുന്നത്? എന്തോ ആദ്യേട്ടനെ കാണണമെന്ന് പറഞ്ഞു. ആദ്യേട്ടനെയോ? ഇഷിത അങ്ങനെ ആദ്യേട്ടനെ കാണണമെന്ന് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സ്വപ്നം വലിയ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇവളുടെ കൂടെ സ്കൂളിലേക്ക് പോവാണോ? അതെ, ആദ്യനെ കാണാൻ പോവാണെന്ന് ഇവള് പറഞ്ഞല്ലോ. ആദ്യനെ കാണണം അമ്മേ, അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട്. അവനെ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസമേ ഡാഡി സ്കൂളിൽ വന്നപ്പോഴേ ഡാഡീനെ ആദ്യമായിട്ടും ഡാഡീന്ന് വിളിച്ചു. ആണോ മോളെ, സത്യമാണോ എന്ന് സ്വപ്നവല്ലി ചോദിക്കുമ്പോൾ അതേ സത്യമാണെന്നേ. അത് മാത്രമല്ല അമ്മേനെ അവനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാണ്. ഇഷിത പറയുന്നുണ്ട്, അവന് എങ്ങനെയും പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അമ്മേ. അത് മാത്രമല്ല അച്ഛാ, അവൻ്റെ മനസ്സിലിപ്പോൾ നല്ല ചിന്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. രചന അവിടെ നിന്ന് കഴിഞ്ഞാൽ ആകാശ് അവനൊരു നിഷേധിയാക്കും. അവനൊരു വൃത്തികെട്ട ഒരു സമൂഹത്തിന് വേണ്ടാത്തൊരു പയ്യനാക്കി മാറ്റും ആകാശ് അവന്, മഹേഷിനുള്ള ദേഷ്യം കാരണം. പക്ഷെ അവനിവിടെ നിൽക്കുകയാണെങ്കിൽ അവനൊരു ഡോക്ടറോ എഞ്ചിനീയറോ സമൂഹത്തിന് നല്ലത് ചെയ്യണ ഒരു കുട്ടിയെങ്കിലും ആകും. ആ രീതിയിലാക്കി മാറ്റണം അവനെ. അതിനുവേണ്ടി അവനോട് സംസാരിക്കാൻ വേണ്ടി പോകുക ഞാൻ. ശരി മോളെ, നല്ലതിന് വേണ്ടിയല്ലേ മോള് പോണത്, നല്ല രീതിയിൽ പോയിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ നിഷിതയും ചിപ്പിയും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങും കേട്ടോ സ്കൂളിലേക്ക്. പിന്നെ രാമനാഥനോട് പറയുന്നുണ്ട്, ഇവള് പോയി വിളിച്ചാൽ ആദ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പോയി വിളിക്കണമായിരുന്നു. അത് സ്വപ്നത്തിൻ്റെ തെറ്റായ ധാരണയാണ്. ഇഷിത വിളിച്ചാൽ മാത്രമേ അവൻ ഇവിടെ വരുള്ളൂ. അത് സ്വപ്നവലിക്ക് അറിയില്ല. കാരണം അവൾ കാരണമാണ് ആദിക്ക് ഇത്ര മാറ്റം ഉണ്ടായത്, ഒരിക്കലുമല്ല ചിപ്പി കാരണോ എന്ന് സ്വപ്നവലി പറയുമ്പോൾ ചിപ്പിനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കണത് ആരാ? ഇഷിതയാ. നിനക്കറിയാവോ, അവളുടെ ലഞ്ച് വരെ ഇഷിത കൊടുത്തയക്കാറുണ്ട്. നീ ഇതൊന്നും അന്വേഷിക്കില്ല, അവളായിട്ടൊന്നും പറയത്തുമില്ല. കാരണം ചെയ്ത കാര്യങ്ങൾ ഒന്നും പറഞ്ഞു നടക്കണവളല്ല ഇഷിത. എനിക്കിങ്ങനത്തെ ഒരു മരുമകളെ കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നു. ചിപ്പേൻ്റെ അടുത്ത് എല്ലാം പറയാറുണ്ട്. അവൾ കാരണമാണ് ആദിക്ക് ഇത്രയും നല്ലൊരു മാറ്റം ഉണ്ടായത്. അത് സ്വപ്നം അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ അംഗീകരിക്കും എന്ന് രാമനാഥൻ പറയാണ്. സ്വപ്നവലി പറയണേ, എന്തായാലും കുഴപ്പമില്ല, ആദ്യം ഒന്ന് ഇങ്ങോട്ട് വന്നാൽ മതി.
ആ വൃത്തികെട്ട കൂട്ടത്തിൽ നിന്ന് ഒന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലി അകത്തേക്ക് പോകുക കേട്ടോ. ഇഷിതയും ചിപ്പിയും കൂടി കാറിൽ ഇങ്ങനെ സ്കൂളിൽ പോണ സമയത്ത് പെട്ടെന്ന് ഇഷിതയ്ക്ക് ഒരു കോൾ വരുവാണ്. ഇഷിത വണ്ടി ഒന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. മോളെ മാനേജറാണ് വിളിക്കണത്, ഞാനൊന്ന് ഫോൺ എടുക്കട്ടെ. ശരി എന്ന് പറഞ്ഞിട്ട് ആ ചിപ്പി പറയാണ്, ചിപ്പി എടുത്ത് പറയട്ടെ നീ കാറിൽ തന്നെ ഇരുന്നോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇഷിത കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കുന്നുണ്ട്. ഹലോ സർ, ആ മാനേജറാണ്, ആ ഞാനാണ് സർ, ഇഷിതയാണ്, പറ മാനേജർ സർ എന്ന് പറയാണ്. ആ അതെ, വെന്റിലേറ്ററിലാണ് എഴുതിയിരിക്കുന്നത്, അതെ അത്രയും സാധനങ്ങൾ വേണം സർ എന്നൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടേക്ക് ലയ വരുവാണ്. ഈശ്വര, ഇവൾ ഇവിടെ എത്തിയോ? ഹോസ്പിറ്റലിലെ പരിസരത്ത് തന്നെ മണം പിടിച്ചെത്തിയിരിക്കുന്ന അവൾ എന്ന് പറഞ്ഞിട്ട് ലയ ദേഷ്യത്തോടു കൂടി തന്നെ ഇഷിതനെ നോക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ദേഷ്യത്തിൽ ഇഷിതയുടെ കഴുത്തിനെ കയറി പിടിക്കുന്നുണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ചിപ്പി വന്നിട്ട് ഓടുന്നിട്ട് എൻ്റെ അമ്മേനെ വിടെന്ന് പറയുന്നുണ്ട്. ശേഷം ഇഷിത സ്കൂളിലെത്തിയിട്ട് ആദിനെ കാണുന്നുണ്ട്. ആദിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇഷിത, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു തരാനും തയ്യാറാ മോനെ എന്ന് പറയുമ്പോൾ ആദി പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഞാനും മമ്മിയും ഡാഡിയും അതുപോലെ തന്നെ അവരുടെ മക്കളൊക്കെ അല്ലേ ഒരുമിച്ച് താമസിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഇഷിതക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ആ ഒരു ഭാഗത്തോടെ പ്രൊമോ തീരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.